അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 66. അഗ്നിയും ജ്വാലയും കൂടി അവിടെ അടുത്ത് തന്നെയുള്ള കോളേജിൽ പോയി ജ്വാലയുടെ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം ശരിയാക്കി. +2-ൽ ഫുൾ മാർക്ക് വാങ്ങി പാസ് ഔട്ട് ആയിട്ടും എന്തുകൊണ്ടാണ് മുന്നോട്ട് പഠിക്കാൻ വൈകിയതെന്ന പ്രിൻസിപ്പലിന്റെ ചോദ്യത്തിന് ജ്വാലയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാരേജ് കഴിഞ്ഞ ശേഷം പോവാമെന്ന് കരുതിയത് കൊണ്ടാണെന്ന് അഗ്നിയാണ് അവസാനം മറുപടി കൊടുത്തത്. ജ്വാല +2 കൊമേഴ്സ് ആയിരുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ബികോമാണ് താല്പര്യമെന്ന് അവൾ അഗ്നിയോട് പറഞ്ഞിരുന്നു. അതെല്ലാം അവളുടെ ഇഷ്ടത്തിന് തന്നെ അഗ്നി വിട്ടുകൊടുത്തു. അടുത്ത ആഴ്ച തൊട്ട് കോളേജിൽ വന്നു തുടങ്ങുമെന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞ ശേഷമാണ് അഗ്നിയും ജ്വാലയും അവിടെ നിന്നും മടങ്ങിയത്. അവിടെ നിന്നും ഇറങ്ങിയപ്പോഴേക്കും നേരം ഉച്ചയോടടുത്തിരുന്നു. അഗ്നി അവളെയും കൂട്ടി നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവനോട് ഇത്ര നേരമായിട്ടും അവൾ സംസാരിച്ചിട്ടില്ല. കോളേജിൽ നിന്ന് മാത്രം അവൻ ചോദിക്കുന്നതിന് മൂളിയും തലയാട്ടിയും അവൾ മറുപടി പറഞ്ഞു. അവൾക്കെന്തോ അവനെ നോക്കാൻ വല്ലാത്ത ചമ്മല് തോന്നുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവനോട് തോന്നിയ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അവനെ ചുംബിച്ചതായിരുന്നു ജ്വാല. പക്ഷെ അതിനുശേഷം ആകെ ഒരു പരവേശം. അഗ്നിനോട് ചോദിക്കാതെ കൊടുത്തതാ, അതും അത്രയും സ്നേഹത്തോടെ. അതിനുശേഷമുള്ള അഗ്നിയുടെ മുഖത്ത് ചിരി ഓർക്കും തോറും അവളുടെ മുഖം ചുവന്നു തന്നെയിരുന്നു. തന്നെ നോക്കാതെ ടേബിളിൽ വിരൽ കൊണ്ട് വരച്ചു കളിക്കുന്ന പെണ്ണിന്റെ മുഖത്തെ ചമ്മൽ അഗ്നിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവളെ തന്നെ നോക്കിയിരുന്നു. കുഞ്ഞ, കഴിക്കാൻ എന്താ വേണ്ടേ? അവൻ ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പറയൂ പെണ്ണെ, അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു. എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിത്തരൂ അഗ്നി? അവള് കണ്ണുവിടർത്തിക്കൊണ്ട് ചോദിച്ചു. അതുമാത്രം മതിയോ? വേറൊന്നും വേണ്ടേ? വേണ്ട, അതുമാത്രം മതി, അവൾ കൊതിയോടെ പറഞ്ഞു. അഗ്നി ചിരിയോടെ തലയാട്ടി 2 ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോ അഗ്നിക്കും ബിരിയാണിയാണോ ഇഷ്ടം? അവള് സന്തോഷത്തോടെ ചോദിച്ചു. നിനക്കെന്താണോ ഇഷ്ടം അത് തന്നെയാ എനിക്കും ഇഷ്ടം. അവന്റെ സ്വരം അത്രമേൽ മൃദുവായിരുന്നു. അവന്റെ കണ്ണുകൾ തന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. ജ്വാല നോട്ടത്തിൽ പതറിക്കൊണ്ട് അവനിൽ നിന്നും പിടച്ചിലോടെ നോട്ടം മാറ്റി. അത് കണ്ട് അഗ്നി ചിരിയോടെ കവിളിൽ കൈവച്ച് അവളെ തന്നെ നോക്കിയിരുന്നു. ബിരിയാണി കൊണ്ടുവച്ചതും അഗ്നി തന്നെ അവൾക്ക് വിളമ്പിക്കൊടുത്തു. ജ്വാലയ്ക്ക് അവനോട് വാരിത്തരാൻ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ഇവിടെ വെച്ച് എങ്ങനെയെന്നൊരു ചിന്ത അവളിലേക്ക് വന്നതും അവൾ പെട്ടെന്ന് വാരി കഴിക്കാൻ തുടങ്ങി. അഗ്നി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവനും പതിയെ കഴിക്കാൻ തുടങ്ങി. അതെ കുഞ്ഞ, എന്താ ബിരിയാണി ഇത്ര ഇഷ്ടം? കഴിക്കുന്നതിനിടയിൽ അഗ്നി ചോദിച്ചു. അത് ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട്. അന്ന് തൊട്ട് നല്ല ഇഷ്ട അഗ്നി. അന്ന് നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയില്ലേ, അപ്പൊ എനിക്ക് ബിരിയാണി വേണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും അഗ്നി എനിക്ക് വാങ്ങി തന്നല്ലോ. അവൾ അവനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. അഗ്നിയുടെ മുഖത്ത് സംശയം. അതെന്താ ഇത്രയും കാലായിട്ട് മുന്നേ ആകെ ഒരു തവണ നീ കഴിച്ചിട്ടുള്ളൂ? അഗ്നിയുടെ പുരികമുയർന്നു. ഒരു തവണ. തറവാട്ടിലെല്ലാരും പുറത്തൊക്കെ പോകുമ്പോ കഴിച്ചിട്ടൊക്കെ വരും. എനിക്ക് കൊണ്ടുവന്ന് തരില്ല. അവള് പുഞ്ചിരിച്ചു. അഗ്നിയുടെ മുഖം മങ്ങിപ്പോയി. അപ്പോ ചരണ നിനക്ക് വാങ്ങി തന്നിട്ടില്ലേ? അഗ്നി ചോദിച്ചു. ഏയ്, ഞാൻ കിച്ചേട്ടന്റെ കൂടെ അങ്ങനെ എവിടെയും പോയിട്ടില്ലല്ലോ അഗ്നി. അമ്പലത്തിൽ പോവും, പിന്നെ അവിടെ അടുത്തെങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ ചിലപ്പോ കിച്ചേട്ടൻ ഉണ്ടാവും എൻ്റെ കൂടെ. അല്ലാതെ ഞാൻ കിച്ചേട്ടന്റെ കൂടെ എങ്ങോട്ടും പോയിട്ടില്ല. അതുകൊണ്ട് വാങ്ങി തന്നിട്ടുമില്ല. അവള് പറഞ്ഞതിന് അഗ്നിയൊന്നും മൂളിയതേ ഉള്ളൂ. ഞാനെന്നാ ബിരിയാണി കഴിച്ചതെന്ന് അറിയണ്ടേ? അവള് ചോദിച്ചു. ആ പറയടാ, അവൻ കഴിച്ചുകൊണ്ട് പറഞ്ഞു. അത് എപ്പോഴും പുറത്തു പോയിട്ട് വന്ന സൗബി ഓടിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ പറയൂ എന്നോട്. കൊതിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക്. പക്ഷെ നല്ല മണം വരാറുണ്ട് അവളുടെ കൈയൊക്കെ. ജ്വാല ചിരിയോടെ പറഞ്ഞു. അവള് പറയുന്നതെല്ലാം അഗ്നി വേദനയോടെയാണ് കേട്ടിരുന്നത്. അവളുടെ സങ്കടങ്ങളാണ് അവൾ തന്നോട് ചിരിയോടെ പറയുന്നത്. അഗ്നി അവളെ ഉറ്റുനോക്കി. ആ കണ്ണുകളിൽ എവിടെയോ ഒരു വേദനയുണ്ട്. കഴിക്കൂ കുഞ്ഞ, അവൻ പെട്ടെന്ന് പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി. പൊന്നൂനെന്നെ വലിയ ഇഷ്ടാന്ന് അഗ്നിക്ക് അറിയാലോ. അതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോ അവള് കഴിക്കാതെ വരും. തറവാട്ടിൽ വന്ന ശേഷം എന്റെ കൂടെ ഇരുന്ന് അവള് കഴിക്കൂ. അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ചാ ശരീരം കേടാവുന്ന അമ്മായും വല്യമ്മ എന്നോട് പറയാറ്. അപ്പോ അവരുടെ ശരീരം കേടാവില്ലെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ജ്വാല അതും പറഞ്ഞ് ചിരിച്ചു. എന്നിട്ട്? അഗ്നി ചോദിച്ചു. എന്നിട്ടെന്താ? അഗ്നിക്കൊരു കാര്യം അറിയോ? തറവാട്ടിൽ ശരിക്കും നോൺ വെജ് ഒന്നും വെക്കില്ലായിരുന്നു. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പോയ പിന്നെ എന്നെ തനിച്ചാക്കാൻ വയ്യാത്തോണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാരും വന്നില്ലേ. അതിനുശേഷം അവിടെ കയറ്റാത്ത സാധനങ്ങളൊന്നുമില്ല. മദ്യം പോലും കൊണ്ടുവരും വല്ലച്ചൻ. അവള് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അഗ്നി ഒന്നും മിണ്ടാതെ അവളെ നോക്കിയിരുന്നതേ ഉള്ളൂ. ഞാനും കഴിക്കില്ലായിരുന്നു കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും.
പക്ഷെ ഒരു ദിവസം കിച്ചേട്ടൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് മീൻ കഴിപ്പിച്ചു. അറപ്പായിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ പിന്നെ അത് ശീലായി. ഇപ്പൊ എനിക്കിഷ്ടാ. അവള് പറഞ്ഞു നിർത്തി. ഇഷ്ടല്ലാത്തത് ഇഷ്ടല്ലാന്ന് പറഞ്ഞു പഠിക്കണം കുഞ്ഞാ. അഗ്നി അവൾക്ക് പറഞ്ഞു കൊടുത്തു. എനിക്ക് അങ്ങനെയൊന്നും ശീലല്ല അഗ്നി, അതുകൊണ്ടാ. മാത്രല്ല ഇപ്പൊ എനിക്ക് അതൊക്കെ വലിയ ഇഷ്ടാണല്ലോ. അവൾ ആവേശത്തോടെ പറഞ്ഞു. ആണോ? എന്നാ അതിരുന്ന് കഴിക്ക്. അല്ല, നീ ഇതുവരെ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ആക്കിയില്ല കേട്ടോ. അഗ്നി അവളോട് കുറുമ്പോടെ പറഞ്ഞു. അയ്യോ, അത് വിട്ടുപോയി. അതൊന്നുമില്ല അഗ്നി. ഒരു ദിവസം ഇതുപോലെ പുറത്തേക്ക് പോയപ്പോ പൊന്നു വാങ്ങിക്കൊണ്ട് തന്നതാ എനിക്ക്. അമ്മായി അവൾക്ക് വേറെന്തോ ആവശ്യത്തിന് കൊടുത്ത പൈസ കൊണ്ട്. എന്തൊരു രുചിയായിരുന്നു എന്നോ. അവൾ കണ്ണുവിടർത്തി പറഞ്ഞു. ആ നിമിഷം അഗ്നിക്ക് പൊന്നൂന് ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനെയും കൊല്ലാനുള്ള ദേഷ്യം തോന്നിപ്പോയി. എന്തെല്ലാം കുഞ്ഞു കാര്യങ്ങളില എന്റെ കുഞ്ഞിന്റെ സന്തോഷം. എന്നിട്ട് അതുപോലും വിലക്കി. ശരിക്കും തറവാട്ടിലെ അവകാശിയായിരുന്നിട്ടും അവിടുത്തെ വേലക്കാരിയെ പോലെ എന്റെ മോള്. അഗ്നിക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഇറങ്ങാത്തതുപോലെ തോന്നി. അടുത്ത നിമിഷം അവൻ ആ പാത്രം നീക്കിവെച്ച് ജ്വാലയ്ക്ക് അരികിലേക്ക് ഇരുന്നു. എന്താ അഗ്നി? ജ്വാല അമ്പരപ്പോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ വാരിത്തരാ. ഇങ്ങനെ കിള്ളിക്കിള്ളിയിരുന്ന് കഴിച്ചിട്ട് എപ്പ എന്റെ കുഞ്ഞിന്റെ വയറ് നിറയാനാ? വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. ജ്വാല അവനെ കണ്ണിമയ്ക്കാതെ നോക്കി. എന്താടാ കുഞ്ഞാ നോക്കുന്നേ? അഗ്നിക്ക് ഇവിടെ നിന്നൊക്കെ എനിക്ക് വാരിത്തരാൻ നാണക്കേടാവെന്ന് വെച്ചിട്ടാ ഞാൻ പറയാതിരുന്നേ. അവള് ചിരിയോടെ പറഞ്ഞു. എനിക്കെന്തിനാ നാണക്കേട്? എന്റെ കുഞ്ഞല്ലേ. നീ തനിച്ച് വാരി കഴിക്കുന്ന കണ്ടപ്പോ ഞാൻ കരുതി ഇവിടെന്ന് ഞാൻ വാരിത്തരുന്ന നിനക്ക് ചമ്മലാവുന്ന്. കഴിക്കടാ. വാത്സല്യം നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്നതിനോടൊപ്പം അവൻ അവൾക്ക് വാരിക്കൊടുക്കുന്നുമുണ്ട്. അഗ്നിയും കഴിക്ക്, അവള് പറഞ്ഞു. അവൻ ചിരിയോടെ മൂളിക്കൊണ്ട് അവനും കഴിക്കാൻ തുടങ്ങി. അവിടെ ചുറ്റൂരിക്കുന്ന ആരെയും അവർ ശ്രദ്ധിച്ചില്ല. അഗ്നിയും ജ്വാലയും സൃഷ്ടിക്കുന്നത് അവരുടെ മാത്രം ലോകമാണ്. അവിടെ മറ്റാർക്കും സ്ഥാനമില്ല. കഴിച്ചു കഴിഞ്ഞ് അവളെ കൊണ്ട് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി 5 മണി ആവാറായപ്പോഴാണ് അവർ ഡാൻസ് സ്കൂളിൽ എത്തിയത്. അവിടെ 45 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഐശ്വര്യം നിറഞ്ഞ മുഖമുള്ളൊരു സ്ത്രീയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ജ്വാലയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ നൃത്തം പഠിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ അവര് വെക്കുന്ന ചുവടുകളിലായിരുന്നു. ദേവയാനി, അതാണ് ടീച്ചറുടെ പേര്. അഗ്നിയാണ് അവിടെയും അവളുടെ നൃത്തം ചെയ്യുന്നതിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ദേവയാനിയോട് സംസാരിച്ചത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നൃത്തം പഠിക്കാൻ വന്നു തുടങ്ങുമെന്ന് അഗ്നി അവർക്ക് ഉറപ്പു നൽകി. ദേവയാനിയുടെ കാൽക്കൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ അവളുടെ കണ്ണുനീർ അവരുടെ കാലിൽ വീണുടഞ്ഞു. അതറിഞ്ഞ പോലെ ദേവയാനി അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അമ്മ പഠിപ്പിച്ചത് എവിടെയെങ്കിലുമൊക്കെ ഓർമ്മ കാണും കുട്ടി. ആ കഴിവ് ഇപ്പോഴും ഉണ്ടാവും ഉള്ളില്. അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കേ വേണ്ടൂ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. അവർ വാത്സല്യത്തോടെ ജ്വാലയുടെ കവിളിൽ തലോടി. ജ്വാല അവരെ നോക്കി കണ്ണു നിറച്ച് തലയാട്ടിക്കൊണ്ട് അഗ്നിയെ നന്ദിയോടെ നോക്കി. അവൻ അവളോട് കരയേണ്ട എന്ന് കണ്ണുകൾ കൊണ്ട് പറയുന്നുണ്ട്. ജ്വാല കണ്ണുകൾ തുടച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. തിരികെ വന്ന് കാറിൽ കയറുമ്പോഴും നൃത്തമണ്ഡപത്തിൽ ചിലങ്ക കെട്ടിയാടുന്ന കുട്ടികളിലും ആ നടരാജ വിഗ്രഹത്തിലുമായിരുന്നു ജ്വാലയുടെ കണ്ണുകൾ. എന്റെ സ്വപ്നം, അതിനേക്കാൾ ഉപരി എന്റെ അമ്മയുടെ സ്വപ്നം, അതാണിപ്പോ നടക്കാൻ പോണേ. അവൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അഗ്നിയെ നോക്കി. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ എന്റെ ജീവിതത്തിലേക്ക് വന്നവൻ എന്റെ ദേവേട്ടൻ. അവളുടെ മനസ്സ് പറഞ്ഞു. അതെ, എന്റെ പാവ. എന്നെ ശരിക്കും ഒത്തിരി ഇഷ്ടാ. ഇപ്പൊ ജ്വാലയ്ക്ക് നിങ്ങളോട് ഒത്തിരി ഇഷ്ടം തോന്നുന്നല്ലോ ദേവേട്ട. അവളുടെ ഹൃദയം അവനോടായി ചൊല്ലി. അത് അവന്റെ ഹൃദയം കേട്ട് കാണുമോ അറിയില്ല. പക്ഷെ അവൻ അതേ നിമിഷം തന്നെ ജ്വാലയെ തിരിഞ്ഞു നോക്കി. ജ്വാല അവനെ നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു. എന്താ കുഞ്ഞാ? ഒന്നുമില്ല. അവള് പതിയെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ചുണ്ടിൽ അതേസമയം വിരിഞ്ഞ ചിരി അത് അവളുടെ മാത്രം ദേവേട്ടന് വേണ്ടിയുള്ളതായിരുന്നു. വീട്ടിൽ തിരികെ എത്തിയ ശേഷം അന്നത്തെ വിശേഷം മുഴുവൻ ചിത്രയോടും അപ്പുവിനോടും മോഹനോടും പറയുകയാണ് ജ്വാല. അഗ്നി ഒന്നും മിണ്ടാതെ സെറ്റിയിലിരുന്ന് അവളുടെ മുഖത്തെ സന്തോഷം നോക്കിക്കണ്ടു. ഇടയ്ക്കിടയ്ക്ക് തന്നിലേക്ക് പാറി വീഴുന്ന അവളുടെ കണ്ണുകൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താനും അവളെ നോക്കുന്ന നിമിഷം ആ മുഖം ചുവക്കുന്നു. അഗ്നിയുടെ നെഞ്ചിടിപ്പുയർന്നു. ആദ്യമായിട്ടാ ഇങ്ങനൊരു നോട്ടം. അവന് തന്റെ ശരീരമാകെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. എല്ലാവരോടും കുറുമ്പോടെ സംസാരിക്കുമ്പോഴും അവൾ അവനോട് മൗനമായിരുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് കിടക്കാൻ വേണ്ടി വന്നതാണ് ജ്വാല. അഗ്നി താഴെ അപ്പുവിനോട് സംസാരിച്ചിരിക്കുകയാണ്. അവളൊരു 3/4 എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതും അഗ്നി അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചാണ്. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഡോറ് ലോക്ക് ചെയ്തു. ആഹാ, പാൻറ് ഇട്ടൂലേ, അത് നന്നായി, അവൻ കുറുമ്പോടെ പറഞ്ഞു. പക്ഷെ ജ്വാല മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി അവന്റെ മുന്നിലായി വന്നു നിന്നു. എന്താ കുഞ്ഞാ? അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി സംശയത്തോടെ ചോദിച്ചു.
അവളുടെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം. എന്താടാ? അവളുടെ ആ ഭാവത്തിൽ അവന്റെ സ്വരമൊന്ന് വിറച്ചു. നിക്ക് അഗ്നിയോട് വല്ലാതെ സ്നേഹം തോന്നുക. അവള് പതിഞ്ഞ സ്വരത്തിൽ അവനോടായി പറഞ്ഞു. അഗ്നിയുടെ കണ്ണു നിറഞ്ഞു. കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ. അവന്റെ ചുണ്ടൊന്ന് വിറച്ചു. അതെന്താ ഇതുവരെ ഇല്ലാത്തൊരിഷ്ടം? അവൻ അവളുടെ തലയിൽ തലോടി ആർദ്രമായി ചോദിച്ചു. അറിയില്ല, എന്നെ ആരും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. എന്നെങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ മനസ്സ് ഞാൻ പറയാതെ അറിഞ്ഞിട്ടില്ല. പക്ഷെ അഗ്നിനെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറയാതെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അഗ്നി അവളെ ഇരു കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി. കുഞ്ഞാ, പ്രണയത്തോടെ അവൻ വിളിച്ചു. അവൾ മൂളി. ഇതൊക്കെ ചെയ്തു തന്നുകൊണ്ടാണോ സ്നേഹം? അതെ, അല്ലാതെ എങ്ങനെ സ്നേഹിക്കുക? അഗ്നി എനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. അപ്പൊ എനിക്ക് സ്നേഹം തോന്നുന്നുണ്ടല്ലോ. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ആണോ? സ്നേഹം എന്ന് വെച്ചാ എന്ത് സ്നേഹ? പ്രണയാണോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ജ്വാല ഞെട്ടലോടെ അവനെ നോക്കി. എന്താ? അവള് വിറച്ചു. പ്രണയാണോന്ന്? അഗ്നിയെ ഇഷ്ടാണോ? അതോ നിന്നെ മനസ്സിലാക്കുന്നോണ്ടുള്ള സ്നേഹം മാത്രമേ ഉള്ളോ? അവൻ കുസൃതിയോടെ അവളുടെ കവിളിൽ തലോടി. അറിയില്ല. അവള് പതറി. അത് കണ്ട് അവൻ ചിരിച്ചു. ശരി, അതൊരു ദിവസം നിനക്ക് സ്വയം തിരിച്ചറിയും. അപ്പനോട് തുറന്നു പറയണേ. പക്ഷേ അഗ്നിയോട് പറയണ്ട കേട്ടോ. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. പിന്നെ? അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി. നിന്റെ ദേവേട്ടനോട് പറഞ്ഞാൽ മതി. അവൻ അത് കേൾക്കാൻ ഒരുപാട് കൊതിച്ചിരിക്കുന്നേ. അഗ്നി പ്രണയത്തോടെ പറഞ്ഞു. അഗ്നി! ജ്വാല അവനെ വിളിച്ച് ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. കുഞ്ഞാ. അവൾ അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് മൂളി. അത് എവിടെന്നാ കുഞ്ഞിന് ദേവേട്ടൻ എന്ന പേര് കിട്ടിയേ? അവൻ ചോദിച്ചതും അവളുടെ വിരലുകൾ നിശ്ചലമായി. അവളവന്റെ മുഖത്തേക്ക് നോക്കി. പറയടാ. എനിക്ക് അറിഞ്ഞൂടാ അഗ്നി. അത് പെട്ടെന്ന് അറിയാതെ വന്നതാ. പിന്നെ അഗ്നിദേവ് എന്നല്ലേ അഗ്നിയുടെ പേര്. അപ്പോ അങ്ങനെ വന്നതാവും. ദേവേട്ടൻ അങ്ങനെ. അവള് കുറുമ്പോടെ പറഞ്ഞു. അച്ചോ, അങ്ങനെയാണോ? പക്ഷെ നീ എന്നെ ദേവേട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. അവൻ ആർദ്രമായി പറഞ്ഞതും അവളുടെ നെറ്റി ചുളിഞ്ഞു. ഞാനോ? അവള് സംശയത്തോടെ ചോദിച്ചു. അതേലോ, എൻ്റെ ഈ പൂച്ചക്കുട്ടി തന്നെ. അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. അതെങ്ങനെ? അതിന് അഗ്നി ഇന്നെപ്പോഴല്ലേ കാണുന്നേ? ഞാൻ അഗ്നിയോട് ഇപ്പോഴല്ലേ മിണ്ടുന്നേ. പിന്നെങ്ങനെയാ? അവളുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. അതൊക്കെ ഉണ്ട്. അതൊക്കെ സമയമാവുമ്പോ അഗ്നിന്റെ കുഞ്ഞിന് പറഞ്ഞു തരാട്ടോ. ഇപ്പൊ അത് വിട്. ഞാൻ മോൾക്ക് ഒരു കാര്യം തരാം. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുമായി ടേബിളിനടുത്തേക്ക് നടന്നു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. അഗ്നി ഷെൽഫ് തുറന്ന് അതിൽ നിന്നൊരു ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ജ്വാല കണ്ണു വിടർത്തി അതിലേക്ക് നോക്കി. ഹായ്, ഫോണോ? ഇത് നിക്കാണോ അഗ്നി? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നല്ലാതെ, എൻ്റെ പെണ്ണിന് തന്നെയാ. നമുക്ക് ഫോണൊക്കെ വേണ്ടേ? എനിക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാൻ തോന്നില്ലേ? അപ്പൊ വിളിക്കാനാ. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിയോടെ തലയാട്ടി. അഗ്നി ജ്വാലയുമായി ബെഡിൽ വന്നിരുന്നു. ജ്വാല ബോക്സ് തുറന്നു നോക്കി. ഇഷ്ടായോ? ഫോൺ തിരിച്ചും മറിച്ചും നോക്കുന്ന അവളോട് അവൻ ചോദിച്ചു. ഒത്തിരി. ഇതെപ്പോ വാങ്ങിയത് അഗ്നി? അവള് ഫോണിലേക്ക് നോക്കി സന്തോഷത്തോടെ ചോദിച്ചു. അന്ന് തറവാട്ടിന്ന് ഞാൻ പുറത്തേക്ക് പോയില്ലേടാ, അന്ന് വാങ്ങിച്ചതാ. ഇപ്പോഴാ നിനക്ക് തരാൻ പറ്റിയതെന്ന് മാത്രം. അഗ്നി അവളുടെ തലമുടിയിൽ തഴുകി. ജ്വാല പെട്ടെന്ന് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി അവളുടെ കവിളിലും ഒരു ഉമ്മ കൊടുത്തു. ജ്വാല ചിരിച്ചു. എനിക്കിതൊക്കെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തരൂ അഗ്നി? അവള് ചോദിച്ചു. പിന്നെന്താ, ഇവിടെ വന്നിരിക്കെ. അഗ്നി ഇപ്പൊ തന്നെ പഠിപ്പിച്ചു തരാം. അവൻ അവന്റെ മടിയിലിരിക്കാൻ കൈകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാലയ്ക്ക് ചമ്മല് തോന്നിയെങ്കിലും അവൾ അവന്റെ മടിയിലായി വന്നിരിക്കുക തന്നെ ചെയ്തു. അഗ്നി അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. ജ്വാല വിറച്ചുപോയി. അവൻ അവൾക്ക് ഫോണിലെ ഓരോ ആപ്സും യൂസ് ചെയ്യേണ്ട രീതിയും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന്റെ ചൂടിൽ ആദ്യമായി ജ്വാല പതറി. കുഞ്ഞാ, ശ്രദ്ധിക്കുന്നില്ലേ? അവളുടെ അനക്കൊന്നും അറിയാത്തതും അഗ്നി ചോദിച്ചു. ഉവ്വ്. അവള് പിടഞ്ഞുകൊണ്ട് നേരെയിരുന്നു. അഗ്നി അവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തു. ജ്വാല പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുത്തു. ഇനി നാളെ. ഇപ്പൊ നമുക്ക് ഉറങ്ങിയാലോ? ഫോൺ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ജ്വാല മൂളിക്കൊണ്ട് അവന്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനു മുന്നേ അഗ്നി അവളിൽ പിടിമുറുക്കിയിരുന്നു. അഗ്നി! ജ്വാല വിറയലോടെ അവനെ വിളിച്ചു. ഫോൺ വാങ്ങി തന്നില്ലേ? നിന്റെ ആഗ്രഹം പോലെ കോളേജിലും ഡാൻസ് ക്ലാസ്സിലും ഒക്കെ ചേർത്തില്ലേ? എന്നിട്ടും അതിൻ്റെ ഒന്നും സന്തോഷത്തിന് അഗ്നിക്കൊന്നും തരുന്നില്ല കുഞ്ഞ. കാറ്റുപോലെ അത്രത്തോളം നേർത്തതായിരുന്നു അവന്റെ സ്വരം. അഗ്നി, ഞാൻ കവളിലുമ്മ തന്നില്ലേ? അവളുടെ സ്വരം വിറയാർന്നു. തന്നു. പക്ഷെ അതല്ല കുഞ്ഞ, ഈ ചുണ്ട് തന്നേക്കാവോ എനിക്ക്? കുറച്ചു നേരത്തേക്ക് കൊതി തോന്നുന്നടാ. എൻ്റെ വാവയല്ലേ, തരുവോ? അവൻ അവളുടെ ചുണ്ടുകളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. അവൾ അവനെ മിഴിച്ചു നോക്കി.
അത് കണ്ട് അവന്റെ മുഖം മങ്ങി. സോറി, ഇഷ്ടായില്ലേ ഞാൻ ചോദിച്ചത്? എങ്കിലും വേണ്ടാട്ടോ, എന്റെ കുഞ്ഞൻ പോയി കിടന്നോ. മങ്ങിയ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൻ അവളെ മടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ജ്വാല പെട്ടെന്ന് അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. അഗ്നി അവളെ നോക്കി. എടുത്തോ, അവള് നാണത്തോടെ പറഞ്ഞു. ഏ? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. ജ്വാല അവനെ കുറുമ്പോടെ നോക്കി. എന്താ വേണ്ടേ? അവള് പുരികമുയർത്തി. അവൻ വേണമെന്ന പോലെ തലയാട്ടി. എന്നാ എടുത്തോടെ ഡ്രാക്കുളെ, എനിക്ക് ഉറക്കം വരണു. അവള് കുറുമ്പോടെ അവന്റെ മീശ പിടിച്ചു വലിച്ചു. ഔ, എന്ത് വിളിച്ചിട്ട് കുറുമ്പി നീ എന്നെ? അഗ്നി അവളുടെ വയറ്റിൽ ഇക്കിളിയാക്കി. ജ്വാല പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തെ ഭാവം മാറി. അത് കണ്ട് ജ്വാലയുടെ മുഖം ചുവന്നുപോയി. അവന്റെ ചുണ്ടുകൾ തന്റെ ചുണ്ടിലേക്ക് അടുത്തു വന്നതും അവള് കണ്ണുകൾ ഇറുക്കിയടച്ചു. അഗ്നിയുടെ ചുണ്ടുകൾ പെട്ടെന്ന് ജ്വാലയുടെ ചുണ്ടിലമർന്നു. ജ്വാല വിറച്ചുകൊണ്ട് അവന്റെ തോളിൽ കൈമുറുക്കി. അഗ്നി അവളുടെ കീഴ്ചുണ്ടിനെ പതിയെ കടിച്ചെടുത്തു. അവൻ നുണയാൻ തുടങ്ങിയതും ആ അനുഭൂതിയിൽ പിടയുന്ന പെണ്ണിന്റെ കൈകൾ അവനിൽ കൂടുതൽ മുറുകി. അഗ്നി അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു. അവന്റെ ഉമിനീർ പടരുന്ന അവളുടെ ചുണ്ടുകൾ, അത്രയും സോഫ്റ്റായ ചുണ്ടുകളെ എത്രയൊക്കെ നുണഞ്ഞിട്ടും അവന് മതിയാവുന്നില്ല. പക്ഷെ പെണ്ണിന്റെ ശ്വാസം കിട്ടാതെയുള്ള പിടച്ചിലിൽ അല്പനേരത്തിന് ശേഷം അവൻ അവളിൽ നിന്നും വിട്ടുമാറി. ജ്വാല അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഐ ലവ് യു കുഞ്ഞാ, അവൻ അവളുടെ ചെവിയിൽ ആർദ്രമായി ചൊല്ലി. അവളുടെ കൈകൾ അവനിൽ മുറുകി. അവൻ പതിയെ അവളുമായി ബെഡിലേക്ക് ചാഞ്ഞു. ഈ നാണക്കഗ്നി ആദ്യമായിട്ട് കാണാട്ടോ. പേടിയും പരിഭ്രമവും മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ മുഖത്ത് ഞാൻ. പക്ഷെ ഈ നാണം കാണാൻ എന്തൊരു ചേലാടി പെണ്ണെ. അവൻ അവളുടെ കവിളിൽ മീശ വെച്ച് ഇക്കിളിയാക്കി. അഗ്നി ഒതുങ്ങ്, അവൾ അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ഒതുങ്ങി, അവനും പറഞ്ഞു. പതിയെ അവളെ ചുറ്റിപ്പിടിച്ച് അവൻ കണ്ണുകൾ അടച്ചു. അപ്പോഴും ജ്വാലയുടെ പതുങ്ങിയ ശബ്ദത്തിലുള്ള ചിരി അഗ്നി കേൾക്കുന്നുണ്ടായിരുന്നു. അവനിലേക്കുള്ള അവളുടെ പ്രണയത്തിന്റെ ദൂരം കുറഞ്ഞത് അഗ്നി അറിയുന്നുണ്ടായിരുന്നു. അവളുടെ പ്രണയം പൂർണ്ണമായും അനുഭവിക്കാൻ അവന് ആഗ്രഹം തോന്നി. എന്റെ കുഞ്ഞൻ, എന്റെ മാത്രം, അവന്റെ ഹൃദയം അവളോട് മന്ത്രിച്ചു. ജ്വാല അവന്റെ നെഞ്ചിലൂടെ ചുറ്റിപ്പിടിച്ച് പതിയെ കണ്ണുകളടച്ചു. തുടരും.